So today we can go through Gauss quadrature formula. So this portion was left in module 3. So we can take a look at that formula. Gauss quadrature formula. Its formula is given by integral minus 1 to 1 f of x dx equal to w1 f of x1 plus w2 f of x2 plus etc. plus wn f of xn. Here w1, w2, wn is called as the weight and x1, x2, etc. xn is called as the abscissa. So in Gauss quadrature, two types of formulas is there. One is 2-point formula and other is 3-point formula. So 2-point formula is given by integral minus 1 to 1 f of x dx is equal to w1 f of x1 plus w2 f of x2. Here w1 equal to w2 and its value is 1. And x1 and x2 is taken as minus 1 by root 3 and 1 by root 3. So Gauss quadrature 3-point formula is given here, that is integral minus 1 to 1 f of x dx equal to w1 f of x1 plus w2 f of x2 plus w3 f of x2. So 3-point formula in the case w1 in the value it is 5 by 9 and w2 value is 8 by 9 and w3 value is 5 by 9. അത് ഏത് പ്രോബ്ലം ചെയ്യുമ്പോഴും ഇതിൻ്റെ വാല്യൂസിന് മാറ്റം ഉണ്ടാവില്ല. ദിസ് വിൽ ബി കോൺസ്റ്റൻറ്റ്. സിമിലർലി x1 എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി മൈനസ് റൂട്ട് ഓഫ് 0.6 ആൻഡ് x2 ഈക്വൽ ടു 0 ആൻഡ് x3 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 0.6. ഇതും മാറ്റം ഉണ്ടാവില്ല. സോ ഗോസ് ക്വാഡ്രേച്ചർ ഫോർമുലേനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം ഇൻ ദിസ് വേ. അതായത് ഹിയർ n is given as 2, 3 indicating whether it is 2-point formula or 3-point formula. ഗോസ് പോയിൻറ്റ്സിനാണ് എക്സ് എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത്. സോ 2-point ഫോർമുല ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ വിൽ ബി 1 ബൈ റൂട്ട് 3 മൈനസ് 1 ബൈ റൂട്ട് 3. അതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 1 ആൻഡ് 1. ആൻഡ് 3-point ഫോർമുല ആണെങ്കിൽ അവിടെയുള്ള ഗോസ് പോയിൻറ്റ് പറയുന്നത് മൈനസ് റൂട്ട് ഓഫ് 0.6 ദെൻ 0 റൂട്ട് ഓഫ് 0.6. വെയ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 5 by 9, 8 by 9 ആൻഡ് 5 by 9. ഓക്കെ, സോ ഗോസ് ക്വാഡ്രേച്ചറിൽ മെയിനായിട്ട് യു ഹാവ് ടു സ്റ്റഡി ദ 2 formulas. One is 2-point formula and other is 3-point formula. സോ ഇത് വെച്ചിട്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. സോ ഇറ്റ് വിൽ ബി മച്ച് മോർ ക്ലിയർ. Question: Evaluate the following integral using Gauss quadrature 2-point and 3-point rule. Here f of x is given as integral minus 2 to 2 x plus x square dx. സോ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ലിമിറ്റ് -2 to 2 ആണ് തന്നിട്ടുള്ളത്. പക്ഷേ നമ്മളെ ഗോസ് ക്വാഡ്രേച്ചർ ഫോർമുലയിലെ ലിമിറ്റ് എന്ന് പറയുന്നത് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് -1 to 1 ആണ് അല്ലേ. സോ അങ്ങനത്തെ നമുക്കിപ്പോൾ -1 to 1 അല്ലാതെ വേറൊരു ലിമിറ്റ് തന്നു കഴിഞ്ഞാൽ അതിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫോർമുല. കോർണറിലോട്ടേക്ക് നോക്കിയാൽ നിങ്ങൾക്കൊരു ഫോർമുല കാണാൻ വേണ്ടി പറ്റും, ദിസ് ഫോർമുല. സോ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോർമുല നമ്മൾ യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് x is equal to b plus a by 2 plus b minus a by 2 into xt. സോ ആ ഫോർമുല വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ലിമിറ്റ് ഇവിടെ മാറ്റിക്കഴിഞ്ഞു. സോ അങ്ങനെ മാറ്റിയ ലിമിറ്റാണ്. സോ x is equal to b plus a by 2 plus b minus a by 2 into xt. ഇവിടെ a എന്ന് പറയുന്നത് ഇറ്റ്സ് -2 ആൻഡ് b is equal to 2. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. സോ ദാറ്റ് ഇസ് x is equal to 2 dx. Now we are taking the derivative. സോ dx is equal to 2 into dxt എന്ന് പറഞ്ഞിട്ട് കിട്ടും. നെക്സ്റ്റ് ഈ വാല്യൂസ് നമ്മളെ ക്വസ്റ്റ്യനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഇസ് എഫ് ഓഫ് എക്സ് അപ്പം മാറും. എങ്ങനെ? ഇൻ്റഗ്രൽ ഓഫ് -1 to 1 എക്സിൻ്റെ പ്ലേസിൽ 2 xd എന്ന് എഴുതുക. സോറി, സോ ദിസ് ഇസ് xd. ഓക്കെ, അവിടെ xd എന്നായിട്ട് മാർക്ക് ചെയ്യണം. സോ എക്സിൻ്റെ സ്ഥാനത്ത് ജസ്റ്റ് 2xd, ദെൻ dxൻ്റെ സ്ഥാനത്ത് ഇറ്റ് വിൽ ബി 2 dxt. സോ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ദാറ്റ് വിൽ ബി ഈക്വൽ ടു w1 f of x d1 പ്ലസ് w2 f of x d2. സോ 2-point റൂൾ പ്രകാരം f of x d1 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 2 into 1 by root 3 plus 4 into 1 by root 3 square into 2
അതിൻ്റെ വാല്യൂ 4.9760. Similarly for f of x d2, it will be 2 into minus 1 by root 3 plus 4 into minus 1 by root 3 whole square into 2, and its value is 0.3573. Therefore, in total f of x will be integral of minus 1 to 1 2xd plus 4xd square into 2 dxd equal to w1 f of x d1 plus w2 f of x d2. Here w1 equal to 1 and w2 equal to 1. We have found out f of x d1 and f of x d2. Substituting the value, you will get f of x as 5.333. Next, you have to evaluate this by using 3-point rule. So as per 3-point rule, f of x will be equal to w1 f of x1 plus w2 f of x d2 plus w3 f of x d3. So you know value of w1 is 5 by 9, where w2 is 8 by 9 and w3 is 5 by 9. So similarly, you have to find f of x d1. That is f of minus root of 0.6. Substituting the value, you will get it as 1.7016. അതേപോലെ എഫ് ഓഫ് എക്സ് ഡി ടു കാണാം ആൻഡ് എഫ് ഓഫ് എക്സ് ഡി ത്രീ കാണാം. സോ എഫ് ഓഫ് എക്സ് ഡി ടുവിൻ്റെ വാല്യൂ 0 എന്ന് കിട്ടും. എഫ് ഓഫ് എക്സ് ഡി ത്രീൻ്റെ വാല്യൂ 7.8984 എന്ന് കിട്ടും. സോ ഇൻ ടോട്ടൽ എഫ് ഓഫ് എക്സ് വിൽ ബി ഗിവൺ ആസ് w1 f of x d1 plus w2 f of x d2 plus w3 f of x d3. സോ എഫ് ഓഫ് എക്സ് ഡി വണ്ണിൻ്റെയും ഡി ടു ഡി ത്രീൻ്റെയും വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതേപോലെ w1 w2 w3ൻ്റെ വാല്യൂസ് കോൺസ്റ്റൻറ്റ്, മാറ്റം ഉണ്ടാവില്ല. സോ അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ആൻഡ് ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ്. ദാറ്റ് ഓൾസോ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 5.333. Okay, so this is all about Gauss quadrature formula.